പാട്ടിൽ നമുക്ക് പല കാര്യങ്ങൾ കൺവേ ചെയ്യാൻ പറ്റും. ഫീലിങ്സ്, സെൻസേഷൻ മാത്രമല്ല, ഒരു സമയം, അതായത് രാവിലെ അല്ലെങ്കിൽ ഉച്ചയ്ക്ക്, രാത്രി എന്നുള്ള രീതിയിൽ നമുക്കൊരു പാട്ടിൽ തന്നെ അത് കേൾക്കുമ്പോൾ, സിനിമ കാണണമെന്നില്ല, വിഷ്വൽ കാണണമെന്നില്ല, പാട്ട് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഫീൽ ചെയ്യും. അത് നമ്മുടെ മനസ്സിലേക്ക് ഫീഡ് ചെയ്യിച്ചേക്കാണ്. അതെ അതെ അതെ. അത് ഓരോ ലോക്കാലിറ്റിയിൽ വ്യത്യാസം ഉണ്ടാവും. അതെ. ഇപ്പം നമ്മളിപ്പോൾ ഒരു നോട്ട് കേൾക്കുമ്പോഴത്തേക്കും, ഉദാഹരണത്തിന് നമ്മളുടെ സൗത്ത് ഇന്ത്യൻ ടെറിട്ടറിയിൽ, ഈ ഏരിയയിൽ സുപ്രഭാതം എന്ന് പറയുമ്പോൾ തന്നെ അറിയാതെ നമ്മുടെ മനസ്സിൽ ഭൂപാളം നോട്ടുകൾ കയറി വരും. ഇപ്പം ഒരു ഫ്ലൂട്ടിലോ അല്ലെങ്കിൽ വീണയിലൊക്കെ വായിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഇതൊരു സുപ്രഭാതത്തിന്റെ ഒരു മൂടുണ്ട്, നേരം പുലർന്നു. അല്ലെങ്കിൽ വെങ്കടേശ് സുപ്രഭാതം കേട്ട് കഴിഞ്ഞാൽ നമുക്കറിയാം ഇത് മോർണിംഗ് ആണെന്ന് അറിയാം. അതേസമയം നോർത്ത് ഇന്ത്യയിൽ സുപ്രഭാതത്തിന് ഉപയോഗിക്കുന്ന രാഗം നമ്മളുടെ ചക്രവാകം എന്ന് പറയുന്നില്ലേ, ഇത് ശോകത്തിനും ചില ഫിലോസഫിക്കൽ തോട്ടിനും വേണ്ടിയാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. അപ്പൊ നമുക്കിവിടെ അസോസിയേറ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ അവരെ സംബന്ധിച്ചോളം കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ഈ ആഹിർഭൈരവ് എന്നുള്ള, ആഹിർഭൈരവ് എന്ന് അവർ പറയും, നമ്മൾ ചക്രവാകം എന്ന് പറയും. ഇതൊന്നും ആയിരിക്കില്ല സായിപ്പ്മാർ ചെയ്യണത്, ചൈനക്കാർ വേറെ ഒന്നായിരിക്കും ചെയ്യുന്നത്, അവർ മോഹനായിരിക്കും ചെയ്യുന്നത്. എന്ന് പറയുമ്പോൾ അവർക്ക് സുപ്രഭാതമായിട്ട് തോന്നും. അപ്പൊ ഇതിൽ ഏതാണ് സുപ്രഭാത രാഗം എന്ന് നമ്മൾ നിശ്ചയിക്കണം. അതിനാണ് നേറ്റിവിറ്റി എന്നുള്ളൊരു പ്രയോഗം. റീ റെക്കോർഡിങ് ചെയ്യണ സമയത്താണ് ആ നേറ്റിവിറ്റിയുടെ പ്രാധാന്യം നമ്മൾ കൂടുതൽ മനസ്സിലാക്കേണ്ടത്. അപ്പൊ നമ്മൾ ഒരു ഇന്ത്യ പടമാണ് ചെയ്യണമെങ്കിൽ അവിടുത്തെ ആളുകളുടെ സൈക്കോളജിയും അവിടുത്തെ ആളുകൾ കേട്ട് ശീലിച്ചിട്ടുള്ളതായിട്ടുള്ള രാഗങ്ങളും നോട്ട്സും കാര്യങ്ങളൊക്കെ അതിന്റെ പ്രയോഗങ്ങളൊക്കെയാണ് കൊടുക്കേണ്ടത്. അവിടെ നമ്മൾ ഭൂപാളം കൊണ്ട് കൊടുത്താൽ അവർ പറയും ഇത് വേറെ ചില മൂഡിൽ ഉപയോഗിക്കേണ്ട സാധനം തന്നെ ഇവർ ഇങ്ങനെ കൊടുത്തെന്ന് പറയും. അവർക്ക് ശീലമുള്ളതല്ലല്ലോ. അപ്പൊ നമ്മളിവിടെ കൊടുക്കേണ്ടത് ഭൂപാളമാണെങ്കിൽ അവിടെ ചിലപ്പോൾ വേറെ എന്തെങ്കിലും രാഗമായിരിക്കും കൊടുക്കേണ്ടത്. ഗുൻകലി എന്നൊക്കെ പറഞ്ഞ രാഗങ്ങളുണ്ട്, മനസ്സിലായില്ലേ? അത് ഗുൻകലി എന്ന് പറയുന്നതാണ്. ഈ നോട്ട് കിട്ടാൻ നമുക്കിവിടെ തോന്നില്ല, പക്ഷെ അവർക്ക് സുപ്രഭാതമായിട്ട് തോന്നും. അതേപോലെ സുപ്രഭാത രാഗങ്ങൾ കുറേ നമുക്ക് നമ്മുടെ സ്വന്തമായിട്ട്, നമ്മളിപ്പോൾ ഇവിടെ നോർത്ത് ഇന്ത്യൻ അല്ല സൗത്ത് ഇന്ത്യൻ എന്ന് പറയുമ്പോഴത്തേക്ക് മലയമാരുതം, ബൗളി, പിന്നെ മോഹനരാഗം ശരിക്കും ഏത് കാലത്തിലും ഉപയോഗിക്കാവുന്നതാണ്. പക്ഷെ അതിൻ്റെ അകത്ത് ഒരു ഫേമസ് സുപ്രഭാത രാഗമുണ്ട്. നീലഗിരിയുടെ അതില് സുപ്രഭാതം സുപ്രഭാതം സുപ്രഭാതം, ഈ രണ്ട് നോട്ട് കേൾക്കുമ്പോഴത്തേക്കും നമുക്ക് സുപ്രഭാതമായി. അപ്പൊ ഇത് ശരിക്കും രാഗത്തിന്റെ മാത്രം പ്രത്യേകതയല്ല, അത് കമ്പോസ് ചെയ്ത ആളുടെ, പ്രയോഗിക്കുന്ന ആളുടെ. ഞങ്ങളും ചെയ്തിട്ടുണ്ട് അങ്ങനെ ശോക ഗാനങ്ങൾ, ശോക രാഗങ്ങൾ എടുത്തിട്ട് ഹാപ്പി ആക്കിയിട്ടുണ്ട്, ഹാപ്പി രാഗങ്ങൾ എടുത്തിട്ട് ശോക ആക്കിയിട്ടുണ്ട്. അത് നമ്മളുടെ ഒരു ചലഞ്ചാണ്, മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ട് ഒരു മ്യൂസിക് ഡയറക്ടറെ സംബന്ധിച്ചോളം ഇന്നത് തന്നെ ചെയ്തോളണം എന്ന്, അല്ലെങ്കിൽ ഇന്ന ചട്ടക്കൂട്ടിൽ ഒതുങ്ങി നിന്നോളണം, സുപ്രഭാതം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉടനെ ഭൂപാളം പിടിച്ചോളണം എന്ന് നിയമമൊന്നുമില്ല, മനസ്സിലായില്ലേ? വേറെ ഏതെങ്കിലും രാഗം എടുത്തിട്ട് നമ്മൾ പ്രയോഗിച്ച് സുപ്രഭാതമാക്കാം. സാധാരണഗതിയിൽ വൈകുന്നേരത്തിന് ഈവനിങ് രാഗമായിട്ട് ഉപയോഗിക്കുന്നത് ബാബുക്ക ഒരുപാട് ബാബുരാജ് മാസ്റ്റർ ഒരുപാട് ഉപയോഗിച്ചുള്ള രാഗങ്ങളാണ്. കല്യാണി എന്ന് പറയുന്ന യമൻ, യമൻ കല്യാണി, ഇത് കേട്ടാൽ നമുക്ക് ഒരിക്കലും ഒരു സുപ്രഭാതം തോന്നില്ല. നമ്മൾ വൈകുന്നേരമൊക്കെ രാത്രിയൊക്കെ സോഫ്റ്റ് ആയിട്ടിരുന്ന് കേൾക്കുന്ന ഒരു മൂടായിരിക്കും, ഇല്ലേ? അതുപോലെ കുറേ രാഗങ്ങളുണ്ട്, ബിഹാഗ്, അങ്ങനെ കുറേ രാഗങ്ങളുണ്ട്. ഉച്ചക്ക് ഉള്ള രാഗങ്ങൾ, വൃന്ദാവനി സാരംഗ് പോലത്തെ രാഗങ്ങൾ. ഇതൊക്കെ കാലത്തുമല്ല വൈകുന്നേരമല്ല, ഉച്ചക്ക് പാടുന്ന. നമ്മൾ സമയം കൂടുതലായിട്ട് നിഷ്കർഷിക്കുന്നത് ഹിന്ദുസ്ഥാനി മ്യൂസിക്കിലാണ്. നമ്മളിവിടെ അത്രയും ഇതില്ല. മധ്യമാവധിയൊക്കെ
ഇവിടെ മംഗളരാഗമായിട്ട് പാടുമ്പോൾ ഹിന്ദുസ്ഥാനിക്കാരത് ഉച്ചക്കാണ് പാടുന്നത്. മ്യൂസിക്കിൽ ഓരോ ലൊക്കേഷൻ അനുസരിച്ചിട്ട് മാറിക്കൊണ്ടിരിക്കും. ഇത് ഞങ്ങൾ മധ്യമാവധി ഹിന്ദുസ്ഥാനിക്കാർ ഉച്ചക്ക് പാടുന്നതാണെങ്കിൽ ഞങ്ങളിവിടെ രാത്രി ഒരു ചടങ്ങ് നടക്കുമ്പോഴത്തേക്കും പാടാൻ വേണ്ടിയാണ് ഈ രാഗത്തിൽ, മധ്യമാവധി അല്ല വൃന്ദാവന സാറിന് മംഗളങ്ങൾ നമ്മൾ പ്രയോഗിച്ചത് അങ്ങനെയാണ്. ആൻഡ് അതുപോലെ മഴ ഫീലുള്ള ഒരുപാട് സിനിമകളുണ്ട് ഇപ്പൊ മലയാളത്തിൽ തന്നെ മഴ ബേസ് ചെയ്തിട്ട്, കാരണം നമ്മുടെ ക്ലൈമറ്റും അങ്ങനെയാണ്. മഴക്കൊക്കെ സാധാരണ ഹിന്ദുസ്ഥാനി രാഗം മേഘമൽഹാർ രാഗങ്ങളൊക്കെയാണ്, മൽഹാർ രാഗങ്ങളൊക്കെയാണ് കൂടുതൽ കൊടുക്കുന്നത്. നമ്മളിവിടെ ഉണ്ട് അമൃതവർഷിണി എന്നൊരു രാഗം പാടി വെറുതെ ആരോണം പാടിക്കൊണ്ട് കാര്യമില്ല, ഇതിന് തകർക്കണമുണ്ട്. മഴ പെയ്ത് തകർക്കണ പോലെയുള്ള ഫീല് ഒരു ഗായകൻ ഉണ്ടാക്കണം. അപ്പൊ നമുക്ക് തോന്നുന്നു നമ്മുടെ യഥാർത്ഥത്തിൽ മഴ പെയ്തില്ലെങ്കിൽ തന്നെ നമ്മുടെ ഉള്ളിൽ മഴ പെയ്യുന്ന ഒരു കുളിരുണ്ടാവും എന്ന് പറയുന്ന പോലെ മേഘമൽഹാർ രാഗങ്ങൾ, മൽഹാർ ഗ്രൂപ്പിൽപ്പെട്ട എല്ലാ രാഗങ്ങളും നോർത്ത് ഇന്ത്യൻ കച്ചേരിക്ക് മഴ സമയത്തും അല്ലെങ്കിൽ മഴയുടെ ഒരു ഫീൽ ഉണ്ടാക്കാൻ വേണ്ടി പാടുന്നതാണ്. പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ 1-2 എപ്പിസോഡിലൊന്നും തീരൂല, എന്നെ പണിയായിട്ടിരിക്കേണ്ടി വരും. അപ്പൊ നമുക്ക് പുതിയ തലമുറയ്ക്കുള്ള ഗാനങ്ങളിലേക്ക് വന്നാൽ, അതായത് മേരിക്കൊണ്ട് കുഞ്ഞാടിനുള്ള എല്ലാ പാട്ടും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അത് കുറച്ചൊരു ഒരു മോഡേൺ ടേസ്റ്റിലെ. ഷാഫിയാണ് എൻ്റെ ഡയറക്ടർ. അപ്പോൾ ഷാഫിക്ക് നിർബന്ധം വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ഒരു മോഡേൺ ട്രെൻഡിൽ പിടിക്കണം. ഫോക്ക് എലമെന്റ് എൻ്റെ ബേസ് മതി, അടി മതി. പക്ഷേ മുകളിൽ നമ്മൾ സൗണ്ടിങ് വരുമ്പോഴത്തേക്ക് അതിനകത്തൊരു മോഡേൺ ട്രെൻഡ് വേണം എന്ന് പറഞ്ഞിട്ട് അതിലും ഇതേപോലെ ഒരു പാട്ട് വളരെ സിമ്പിൾ പാട്ടാണ്, പക്ഷെ അത് അത്ര എളുപ്പത്തിൽ ചെയ്യാൻ പറ്റില്ല. അത് ശങ്കർ മഹാദേവനാണ് പാടിയത്. ശങ്കർ മഹാദേവനോട് പാടിച്ചപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞേ, സാറ് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള നോട്ടുകളൊക്കെ ഇഷ്ടം പോലെ പാടുന്ന ആളാണ്, നല്ലൊരു കമ്പോസർ കൂടിയാണ്. പക്ഷേ ഇത്ര സിമ്പിൾ ആയിട്ടുള്ള പാട്ട് പാടിക്കുമ്പോൾ ഞങ്ങൾക്കൊരു ഡെലിക്കസി ആണ്. പുള്ളി പറഞ്ഞാൽ ഇതാണ് ഏറ്റവും വലിയ ടഫ്, വളരെ കാച്ചി ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള, പ്രിയദർശൻ പറഞ്ഞ അതേ വാക്ക് പുള്ളിയും പറഞ്ഞു. അതുകൊണ്ട് ഇങ്ങനെയുള്ള പാട്ട് കിട്ടുമ്പോൾ എനിക്ക് വലിയ സന്തോഷമാണ്. അതിൽ 98 വയസ്സുള്ള പാപ്പക്കുട്ടി ബാധവരെ പഠിച്ചിട്ടുണ്ടായിരുന്നു 4 വരി. ഈ പാട്ട് കമ്പോസ് ചെയ്യുമ്പോഴത്തേക്കും ഷാഫി പറഞ്ഞിങ്ങനെ ഒരു പ്രായമുള്ള ഒരാളെ ആദ്യം 4 വരി കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിന് പറ്റിയ ഒരാളാരെങ്കിലും ചേർന്നപ്പോഴത്തേക്കും ഞാൻ ബെന്നിപ്പി നായരമ്പലത്തിനോട് പറഞ്ഞേ, പ്രായമുള്ള ആളെന്ന് പറഞ്ഞാൽ നമ്മുടെ പാപ്പക്കുട്ടി ബാധവരെ എവിടെയെന്ന് അറിയാമോ എന്ന് ചോദിച്ചു. അതെനിക്കറിയാം, പുള്ളിയുടെ മകൻ എനിക്ക് പരിചയമുണ്ട്, ഞാൻ വിളിച്ച് അറേഞ്ച് ചെയ്ത് തരാം. നല്ല കാര്യം, അത് നമുക്ക് അങ്ങനെ പറഞ്ഞിട്ട് പുള്ളി അറേഞ്ച് ചെയ്ത് തന്നാണ് പാപ്പക്കുട്ടി ബാധവര. അത് മനസ്സിൽ വരാനുള്ള കാരണം അഗസ്റ്റിൻ ജോസഫ് ബാധവരുടെ പറ്റിയുള്ള ജീവചരിത്രം പുസ്തകം റിലീസ് ചെയ്തപ്പോൾ ഞാൻ അവിടെ കേട്ടതുകൊണ്ടാണ്. അത് ശരിക്കും പറഞ്ഞാൽ ലോകത്തിൽ തന്നെ റെക്കോർഡായിരിക്കും. ഇത്രയും 100 വയസ്സിന് അടുത്തുള്ള ഒരാൾ പാട്, ആ സിനിമയിൽ തന്നെ 6 വയസ്സുകാരനും പാടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഏജ് ഡിഫറൻസ് ഉള്ള ഗായകർ ഒരുമിച്ച് ഒരു സിനിമയിൽ വന്നത്, സാധാരണ വെസ്റ്റേൺ സിനിമയിലൊക്കെ പാട്ട് കുറവായിരിക്കുമല്ലോ, അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ഇത്രയും ഏജ് ഡിഫറൻസിൽ ആരും പാടിയിട്ടുണ്ടാവും എനിക്ക് തോന്നുന്നില്ല. അപ്പൊ നമുക്ക് ആ പാട്ടൊന്ന് കേൾക്കാം. എന്റടുക്കെ വന്നടുക്കും പെമ്പറന്നോളെ, സമ്മതമോ കന്മതമോ നിൻ കടക്കണ്ണിൽ, കട്ടെടുത്തോ എൻ വിചാരം നീ, കണ്ടെടുത്തോ വീണ്ടെടുത്തോ എൻ കിനാവും നീ, മനസമ്മത പൂ നിൻ കൊതിപ്പൂ തന്നിടുമ്പോൾ മുമ്പിടുമ്പോൾ ആ കിന്നാരം കാതിൽ ചൊല്ലാം ഞാൻ. ചില്ല ചില്ല ചില്ലര ചില്ല ചില്ല, കിന്ന കിന്ന കിന്നര കിന്ന കിന്ന, ചില്ല ചില്ല ചില്ലര ചില്ല ചില്ല, കിന്ന കിന്ന കിന്നര കിന്ന കിന്ന. അതിനകത്ത് തന്നെ മറ്റേ വേറൊരു പക്കമ്മ എന്ന് പാട്ടുണ്ടല്ലോ, അതും ഒരു ഫോക്കാണെങ്കിലും അതിനകത്ത് ഒരു മോഡേൺ സൗണ്ടിങ് കൊടുത്തിട്ടുണ്ട്. പക്കമ്മ പക്കമ്മ പക്ക പക്കമ്മ പക്ക പക്കമ്മ പക്കമ്മ പക്ക പക്കമ്മ 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 പക്ക ചക്കമ്മ പക്ക പക്കമ്മ പക്കമ്മ പക്ക ചക്കമ്മ. കുറേ നാളായിട്ട് തുടങ്ങിയതാണ്. അത് ചന്ദ്രലേഖലുണ്ടല്ലോ, അതായത് 1-ാം വട്ടം കണ്ടപ്പം, അതിൻ്റെ അത് ബിജിയിലൊരു ഒരെണ്ണുണ്ടല്ലോ, കിന്നരി കിന്നരി കോനാരേ നക്കി നക്കിരി നാച്ചോരേ. ജിബ്രിഷ് ഒരു സാധനം എഴുതരാന്ന് പറഞ്ഞ് ജിബ്രിഷ് തന്നെ പറഞ്ഞത്. പ്രത്യേകിച്ച് അർത്ഥമൊന്നും ഇല്ലെങ്കിലും ആ സൗണ്ടിങ് കേൾക്കുമ്പോഴേക്കും നമുക്ക് എന്തോ ഒരു ഇമേജ് തോന്നും. ഇത്രയും നേരം സച്ച് വാല്യുബിൾ ടൈം ഞങ്ങളോട് സ്പെൻഡ് ചെയ്തതിന് താങ്ക് യു സോ വെരി മച്ച്. ഞങ്ങൾക്കും കപ്പ ടിവിയോടും കപ്പ ടിവിയുടെ എല്ലാ പ്രേക്ഷകരോടും ഒരുപാട് നന്ദിയുണ്ട് ഇങ്ങനെ ഒരു അവസരം തന്നതിന്. താങ്ക് യു സോ മച്ച്. കള്ളിപ്പൂങ്കുയിലെ കന്നിത്തേമൊഴിയെ കാതിൽ മെല്ലെ ചൊല്ലുമോ, കാവലിക്കാക്കതൻ കൂട്ടിൽ മുട്ടയിട്ടന്നൊരു കാലം നീളെ നീ പാറി
പറന്നൊരു കള്ളം പറഞ്ഞതെന്തേ